It's a great privilege for me to be here again at the church at Kalamasheri to bring you God's word. ദൈവത്തിൻ്റെ വചനവുമായി കളമശ്ശേരി സഭയിൽ നിൽക്കുവാൻ വീണ്ടും ദൈവം എന്നെ സഹായിച്ചതൊരു വലിയ പദവിയായിട്ട് ഞാൻ കണക്കാക്കുന്നു. The passage that I'd like to share this morning is from Revelation chapter 2 verses 12 to 17. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഭാഗം വെളിപ്പാട് പുസ്തകം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 17 വരെയുള്ളതായിരിക്കുന്ന ഭാഗങ്ങളാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. പെർഗമോസിലെ സഭയുടെ ദൂതനെ എഴുതുക. മൂർച്ചയേറിയ ഇരുവായ്ത്തല വാളുള്ള അവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താൻ്റെ സിംഹാസനമുള്ള ഇടം എന്നും ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. ഔവണ്ണം നിക്കലാവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കും ഉണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. That word compromise, when you think of that word, I always think of corrupt politicians. നമ്മൾ കോംപ്രമൈസ് എന്നുള്ളതായിരിക്കുന്ന വാക്ക് കേൾക്കുമ്പോൾ രാഷ്ട്രീയക്കാരെയാണ് നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു ചിന്തയാണ് വരുന്നത്. Sometimes I think of these greedy businessmen also who compromise to get more money. കൂടുതൽ പണം സമ്പാദിക്കുന്നതിന് വേണ്ടി നീക്കുപോക്കുകൾ വരുത്തുന്നതായിട്ടുള്ള അത്യാഗ്രഹികളായിട്ടുള്ള ബിസിനസ്സുകാരെയും നമുക്ക് ആ ചിന്തയിൽ വരാവുന്നതാണ്. Sometimes compromise is a good thing. ചിലപ്പോൾ നീക്കുപോക്കുകൾ എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. That means just you're coming to agreement. നമ്മൾ ഒരു ധാരണയിലേക്ക് എത്തുകയാണ്. So sometimes a married couple, husband and wife, they're fighting over small things, and we tell the brother or sister, brother, just compromise, just adjust. ചിലപ്പോൾ പുതുതായിട്ട് വിവാഹം കഴിച്ച ഭാര്യ ഭർത്താക്കന്മാർ ചെറിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വഴക്ക് കൂടുമ്പോൾ ആരെങ്കിലും ഒരു സഹോദരൻ വന്ന് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവരെ അതൊരു നല്ല കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. So wise compromise or good compromise will keep relationships together, and it even promotes unity in the church. നല്ല ധാരണകൾ, നീക്കുപോക്കുകൾ, അത് നമ്മൾ വ്യക്തിബന്ധങ്ങളെ ബന്ധപ്പെടുത്തുകയും സഭയിലുള്ളതായിരിക്കുന്ന ഐക്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ്. But worldly compromise is different because this compromises on the primary doctrines of faith and practice. എന്നാൽ ലോകപ്രകാരമുള്ളതായിരിക്കുന്ന നീക്കുപോക്കുകൾ എന്ന് പറയുന്നത് നല്ലതല്ല. എന്തുകൊണ്ടെന്നാൽ അത് നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. Worldly compromise is founded on selfish motives. നമ്മുടേതായിരിക്കുന്ന സ്വാർത്ഥപരമായിരിക്കുന്ന താല്പര്യങ്ങളെ അതിലാണ് ലോകപ്രകാരമുള്ള നീക്കുപോക്കുകൾ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. So that is the point of the Lord's message to the church at Pergamum. പെർഗമോസിലുള്ള സഭയോട് കർത്താവ് നൽകുന്നതായിട്ടുള്ള ദൂത് അതാണ്. What Jesus is saying is that the church must remove those who compromise with idolatry. കർത്താവ് പറയുന്നത് പെർഗമോസിലുള്ള സഭയിൽ ഈ വിഗ്രഹാരാധകരായിട്ടുള്ള ആളുകൾ, ആ നിലയിൽ നീക്കുപോക്കുകൾ വരുത്തുന്നതായിട്ടുള്ള ആളുകളെ സഭയിൽ നിന്ന് നീക്കണം എന്നാണ്. So he begins with verse 12. The Lord says, "And to the angel of the church at Pergamum write the words of him who has the sharp two-edged sword."
ഇവിടെ 1-ാമത്തെ വാക്യത്തിൽ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, മൂർച്ചയേറിയ ഉള്ളവൻ അരുളി ചെയ്യുന്നത്, വാളുള്ളവൻ അരുളി ചെയ്യുന്നത്. So that sharp two-edged sword is like the instrument that you use to kill somebody. ആ ഇരുവായ്ത്തലയുള്ള വാൾ എന്ന ആ ആയുധം ആളുകളെ കൊല്ലുവാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. What if instead it said the words of him who has the machine gun? What if instead it said, what if these are the words of him who holds the machine gun? ഇത് മെഷീൻ ഗൺ കയ്യേന്തിയിരിക്കുന്ന ഒരു മനുഷ്യന്റെ വാക്കുകളാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? If you were introduced to someone who said like that, you'd be very afraid. അങ്ങനെ പറയുന്നതായിട്ടുള്ള ആളെ നിങ്ങൾ പരിചയപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വളരെ ഭയചകിതരാകും. So this is a very threatening introduction. ഇത് വളരെ ഭയപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു ആമുഖമാണ്. And we'll get to the reasons why Jesus uses this fearful language. ഈ ഇത്തരത്തിൽ ഭയപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു ഭാഷ കർത്താവ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ നോക്കാനായിട്ട് പോവുകയാണ്. But right after this threatening opening, Jesus gives a very comforting encouragement. എന്നാൽ ഇതിന് ഈ ഭയപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു തുടക്കത്തിന് ശേഷം കർത്താവ് വളരെ ആശ്വാസം നൽകുന്നതായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. Verse 13 he says, I know where you dwell, where Satan's throne is. 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനമുള്ള ഇടം എന്നും ഞാൻ അറിയുന്നു എന്നാണ്. So Pergamum was a very wicked city. They had a huge statue to Zeus, and they worshipped all sorts of different idols, so many temples. പെർഗമോസ് എന്ന് പറയുന്നത് അനേകം അമ്പലങ്ങൾ ഉള്ളതായിരുന്ന ഒരു സ്ഥലവും അവിടെ വലിയ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു. വിവിധമായിട്ടുള്ള നിലയിൽ അവർ പല ദൈവങ്ങളെ ആരാധിച്ചിരുന്ന ആളുകളായിരുന്നു. And this was one of the main places in the empire where they used to worship the emperor. റോമൻ ചക്രവർത്തിയുടെ കാലത്ത് അവിടുത്തെ രാജാക്കന്മാരെ ആരാധിക്കുന്നതിൽ ഈ സ്ഥലം വളരെ പ്രാധാന്യം ഉള്ള ഒരു സ്ഥലമായിരുന്നു. So it's a difficult place to live, Pergamum, and so Jesus says, I know living in Pergamum is difficult. I know where you dwell. ഇത് വളരെ താമസിക്കുവാൻ പ്രയാസമുള്ളതായിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്താണ് താമസിക്കുന്നതെന്ന് എനിക്കറിയാം. Yeah, you need a special grace from the Lord to live in Pergamum because it is the center of satanic activity. സാത്താന്റെ പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്ര സ്ഥലമാണ് ഇത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കുവാനായിട്ട് ദൈവത്തിന്റെ പ്രത്യേകമായിട്ടുള്ള കൃപ ആവശ്യമാണ്. But not just Pergamum, we need a special type of grace to live in Kochi also. അപ്പോൾ ഈ കൊച്ചിയിൽ പെർഗമോസിൽ മാത്രമല്ല, ഈ കൊച്ചിയിൽ ജീവിക്കണമെങ്കിലും ദൈവത്തിന്റെ പ്രത്യേകമായിട്ടുള്ള കൃപ നമുക്ക് ആവശ്യമാണ്. Yeah, we need a special Cochin grace to live, to be a faithful witness in Kochi because Satan is very active here also. ഈ കൊച്ചിയിലും പിശാച് വളരെ പ്രവർത്തന നിരതനായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് കൊച്ചിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു കൊച്ചി കൃപ ആവശ്യമായിരിക്കുന്നു. We have a lot of drug addiction among our youth. നമ്മുടെ യുവാക്കന്മാരുടെ ഇടയിൽ ലഹരി വളരെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. A lot of drunkenness among our men. നമ്മുടെ പുരുഷന്മാര് വളരെ മദ്യപാനികളാണ്. Many people, both men and women, are addicted to pornography in Kochi. പുരുഷന്മാരും സ്ത്രീകളും തെറ്റായിട്ടുള്ള പോർണോഗ്രഫി അതിന് അടിമകളാണ്. In Kochi, we have one of the highest divorce rates in India. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് റേറ്റ് ഉള്ളത് ഈ കൊച്ചിയിലാണ്. Lots of broken families where husband is living in the Gulf and wife is here with the children. തകർന്ന കുടുംബങ്ങൾ, ഭർത്താവ് ഗൾഫിൽ താമസിക്കുന്നു, ഭാര്യ ഇവിടെ കുഞ്ഞുങ്ങളുമായിട്ട് താമസിക്കുന്നു. So in such a city with all our problems, our cultural and satanic problems that we have, we need a special grace to live in Kochi. ഇങ്ങനെ സാധാന്യമായിരിക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ ഉള്ളതായിരിക്കുന്ന ഈ നിലകളിൽ വിവിധ പ്രശ്നങ്ങൾ ഉള്ളതായിരിക്കുന്ന ഈ കൊച്ചി പട്ടണത്തിൽ ജീവിക്കുവാനും നമുക്ക് ധാരാളമായ ദൈവകൃപ ആവശ്യമാണ്. So Jesus assures the church at Pergamum, and he assures you and me that he knows where you live. അപ്പോൾ ഈ പെർഗമോസിലെ വിശ്വാസികളെ പോലെ നമ്മളോടും ദൈവം പറയുന്നത്, നീ ജീവിക്കുന്ന എവിടെയാണ് എന്നുള്ളത് ഞാൻ അറിയുന്നു എന്നാണ്. And so he wants you and me to be faithful in Kochi because that's where he has kept us. അപ്പോൾ ദൈവം നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ വിശ്വസ്തരായിട്ട് നിൽക്കുവാനായിട്ടാണ് എന്നോടും നിങ്ങളോടും കർത്താവ് കൽപ്പിക്കുന്നത്.
So then Jesus moves from encouragement to a commendation or praise. കർത്താവ് ആ ഒരു ആശ്വാസത്തിൻ്റെ വചനത്തിൽ നിന്ന് പിന്നീട് ഒരു അവരെ പ്രശംസിക്കുന്നതായിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് പിന്നീട് പറയുന്നത്. So verse 13b, it says, "Yet you hold fast my name, and you did not deny my faith, even in the days of Antipas, my faithful witness, who was killed among you, where Satan dwells." 13ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത്, എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ ഞങ്ങളുടെ വിശ്വാസം നിഷേധിച്ചിട്ടില്ല എന്നാണ്. You hold fast my name. That means you publicly and openly said, "I'm a believer. I believe in the Lord Jesus Christ." ഇവിടെ പറയുന്നത് നീ എൻ്റെ നാമത്തെ മുറുകെ പിടിച്ചു എന്ന് പറഞ്ഞാൽ ഞാനൊരു വിശ്വാസിയാണ് എന്നുള്ള സത്യം, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണ് എന്നുള്ള സത്യം അത് തുറന്നു പറഞ്ഞിരുന്നു എന്നാണ്. Even though you lived where Satan's throne is, you showed your loyalty to me in spite of the persecution. അവിടുത്തെ ഭയങ്കരമായിരിക്കുന്ന പെർസിക്യൂഷൻ്റെ നടുവിലും അവിടുത്തെ പീഡനങ്ങളുടെ നടുവിലും നീ എന്നോടുള്ള വളരെ വിശ്വസ്തനായിട്ട് നിന്നു എന്നുള്ളതാണ് കർത്താവ് പറയുന്നത്. And one of the most famous examples in this church was a man called Antipas. ആ സഭയിൽ ഉണ്ടായിരുന്ന വളരെ ഒരു നല്ല മാതൃകയുള്ള മനുഷ്യനായിരുന്നു അന്തിപ്പാസ് എന്ന് പറയുന്നത്. He was part of the church in Pergamum, and he refused to worship the emperor. താന് രാജാവിനെ ആരാധിക്കുവാനായിട്ട് താൻ തയ്യാറായില്ല. നല്ല സാക്ഷ്യമുള്ള ഒരു മനുഷ്യനായിരുന്നു. And so he was arrested by the soldiers, and at his trial he was given a choice. തന്നെ പടയാളികൾ അറസ്റ്റ് ചെയ്തു. തൻ്റെ വിസ്താരത്തിൽ അവന് ഒരു അവസരം കൊടുത്തു. He said, "Antipas, you have a choice. Either you burn incense to Caesar and say the words, 'Caesar is Lord,' or you die." അവർ പറഞ്ഞു, നിനക്ക് ഇങ്ങനെ ഒരു അവസരമുണ്ട്, സീസർ ദൈവമാണ് എന്ന് പറഞ്ഞാൽ നിനക്ക് നിന്റെ ജീവൻ രക്ഷിക്കാം, അല്ലെങ്കിൽ നീ മരിക്കും. And so they sentenced him to death because he chose to only worship Jesus. എന്നാൽ താൻ കർത്താവിനെ മാത്രമേ ആരാധിക്കൂ എന്ന് പറഞ്ഞതുകൊണ്ട് അവനെ മരണശിക്ഷയ്ക്ക് വിധിച്ചു. He refused to compromise. താൻ നീക്കുപോക്കുകൾ വരുത്തുവാനായിട്ട് തയ്യാറായില്ല. And according to church history, he was either thrown to the wild beasts or he was roasted alive. സഭയുടെ പാരമ്പര്യം അനുസരിച്ച് ഒരുപക്ഷെ അദ്ദേഹം മൃഗങ്ങൾക്ക് എറിയപ്പെട്ടു കൊടുക്കുകയോ അല്ലെങ്കിൽ ജീവനോടെ കത്തിക്കുകയാണ് ചെയ്തത്. So Antipas is commended by Jesus. He is my faithful witness. Why? He held fast to my name. ഇവിടെ കർത്താവ് അന്തിപ്പാസിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നത് അവൻ എൻ്റെ വിശ്വസ്ത സാക്ഷിയാണ്, കാരണം അവൻ എൻ്റെ നാമത്തെ മുറുകെ പിടിച്ചു എന്നാണ്. And Jesus is saying, not only Antipas, all of you have held fast to my name. അന്തിപ്പാസ് മാത്രമല്ല, നിങ്ങൾ എല്ലാവരും എൻ്റെ നാമത്തെ മുറുകെ പിടിച്ചു എന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. They held fast. That means they held it with both hands. അവര് ഇരു കരങ്ങൾ കൊണ്ടും മുറുകെ പിടിച്ചു എന്നുള്ള പോലെയാണ് അവിടെ പറയുന്നത്. You know, if you don't compromise with the world, if you refuse to compromise, people will hate you. നിങ്ങൾ നീക്കുപോക്കുകൾക്ക് തയ്യാറാകുന്നില്ല എങ്കിൽ ആളുകൾ നിങ്ങളെ വെറുക്കും. If you say, no, I will show the actual price, land price on my land document, some people will hate you for being honest. നിങ്ങൾ ഒരു സ്ഥലക്കച്ചവടം നടത്തുകയാണെങ്കിൽ അതിന്റെ യഥാർത്ഥ വിലയെ കാണിക്കുകയാണെങ്കിൽ ചില ആളുകൾ നിങ്ങളെ വെറുക്കും. If you don't allow your friends to cheat off of your exam, your friends will hate you and you might even lose a friendship. നിങ്ങൾ പരീക്ഷയിൽ പിന്നെ തെറ്റ് കാണിക്കുവാനായിട്ട് വഞ്ചന കാണിക്കാതിരിക്കുവാനായിട്ട് നിങ്ങൾ നിലപാടെടുത്താൽ നിങ്ങളുടെ സ്നേഹിതർ നിങ്ങളെ വെറുക്കുന്നതായിരിക്കും. If your family members are not believers and you say, I will not compromise by marrying a unbeliever, your family will hate you. നിങ്ങളുടെ കുടുംബക്കാർ അവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ വിശ്വാസിയെ മാത്രമേ വിവാഹം കഴിക്കൂ എന്നൊരു നിലപാടെടുത്താൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ നിങ്ങളെ വെറുക്കുന്നതായിരിക്കും. So Jesus is commending them. You have held fast to my name like Antipas. അന്തിപ്പാസിനെ പോലെ നിങ്ങൾ എല്ലാവരും എൻ്റെ നാമത്തെ മുറുകെ പിടിച്ചു എന്ന് കർത്താവ് അവരെ പ്രശംസിക്കുകയാണ്.
But Satan is very clever. What happened is, after some time, he knows that if he cannot destroy a church from outside, he will try to corrupt it from the inside. പിശാച് വളരെ തന്ത്രശാലിയാണ്. പിശാചിന് നിങ്ങളെ പുറമേ നിന്ന് കീഴടക്കുവാനും നശിപ്പിക്കുവാനും സാധിക്കുന്നില്ല എങ്കിൽ അവൻ അകത്തു നിന്ന് അതിനുള്ള തന്ത്രങ്ങൾ ഒരുക്കുന്നു. So after some time, some people in the church began to hold the doctrines of Christ on one hand, and then the doctrines of false teachers on the other hand. അപ്പോൾ ചില ആളുകൾ കാലാന്തരത്തിൽ അവരുടെ ഒരു കരങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉപദേശവും മറുകരത്തിൽ വിരുദ്ധോപദേശവും പിടിക്കുന്ന ആളുകളെയും അവരെ സ്വീകരിക്കുവാനായിട്ട് തുടങ്ങി. That's why we move from Jesus' commendation to his criticism in verse 14. നമ്മൾ 14-ാമത്തെ വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെ കർത്താവ് പ്രശംസയിൽ നിന്ന് ഇവിടെ അവരെ വിമർശിക്കുന്നതിലേക്ക് മാറുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. Verse 14. Maybe you could read. 14-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പാചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെക്കുവാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. So Balaam was probably the most famous false prophet in the Bible. വേദപുസ്തകത്തിലുള്ളതായിരിക്കുന്ന ഏറ്റവും കുപ്രസിദ്ധനായിട്ടുള്ള ഒരു കള്ളപ്രവാചകൻ ബലയാമാണ്. So if you read the book of Numbers, you will read the story, and there was this Moabite king Balak who's very afraid, and so he sends a delegation to Balaam and he offers him a lot of money. നമ്മൾ സംഖ്യാപുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, മോവാബ് രാജാവായിരിക്കുന്ന ബാലാക്ക് ഇസ്രായേൽ ജനത്തിന്റെ വരവിനെ കുറിച്ച് ഏറ്റവും ഭയപ്പെട്ട് ഈ ബിലയാമിന്റെ അടുക്കൽ ആളയച്ച് അവന് ധാരാളം സമ്പത്തൊക്കെ കൊടുക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. He offers a lot of money and says, please just do me one job, curse these Israelites. ഒറ്റ കാര്യം മാത്രം നീ ചെയ്താൽ മതി, നിനക്ക് എന്ത് വേണമെങ്കിലും തരാം, ഇസ്രായേൽ മക്കളെ നീ ശപിക്കണം. But Balaam asked God, and God says, do not curse them, for they are blessed. ബലയാം കർത്താവിനോട് ചോദിച്ചു. അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, നീ അവരെ ശപിക്കരുത്, എന്തെന്നാൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. So Balaam goes back and says, sorry, sir, I cannot do this. താൻ തിരിച്ചു എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇത് ചെയ്യാനായിട്ട് കഴിയില്ല. So then the king becomes more desperate, and so then he sends an even bigger delegation with more money. അപ്പോൾ ബലയാം വീണ്ടും അത് കേട്ട് തൻ്റെ കൂടുതൽ ആളുകളെ കൂടുതൽ സമ്പത്തുമായിട്ട് ബലയാമിന്റെ അടുക്കൽ അയച്ചു. And Balaam loves money. ബലയാമിന് കാശ് വളരെ ഇഷ്ടമായിരുന്നു. But he also knows that he needs the permission of God to curse his people. ദൈവത്തിന്റെ ജനത്തെ ശപിക്കുന്നതിന് ദൈവത്തിന്റെ അനുവാദം വേണം എന്നുള്ളതും തനിക്ക് അറിയാമായിരുന്നു. So again Balaam asked God if he can go. ബലയാം വീണ്ടും ദൈവത്തോട് ചോദിച്ചു, ഞാൻ പോയിക്കൊള്ളട്ടെ. And this time God says, okay, you can go, but you have to say only what I tell you. അപ്പോൾ ദൈവം ബലയാമിനോട് പറഞ്ഞു, നീ പോയിക്കൊള്ളുക, എന്നാൽ ഞാൻ പറയുന്നതല്ലാതെ നീ മറ്റൊന്നും പറയരുത് എന്ന് പറഞ്ഞു. And then if you read the story, there's a very interesting story about Balaam and the donkey and all that stuff. But the point is, in the end, God spares Balaam because he blesses Israel instead of cursing them. നമ്മൾ അവിടെ കഴുതയുടെ കാര്യങ്ങളും അങ്ങനെയുള്ള ചരിത്രമെല്ലാം അതിൻ്റെ അകത്ത് വായിക്കുന്നുണ്ട്. അവസാനത്തെങ്കിൽ ദൈവം ബലയാമിനെ കൊല്ലാതെ വിട്ടു, എന്നാൽ അവൻ ഇസ്രായേലിനെ ശപിക്കുന്നതിന് പകരം അവരെ അനുഗ്രഹിച്ചു. Now, if this was all we knew about the story, you might think, oh, okay, Balaam is not such a bad guy. He's a good guy. നമ്മൾ ഇതാണ് ബലയാമിനെ കുറിച്ച് വേദപുസ്തകത്തിൽ വായിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, ബലയാം വലിയ കുഴപ്പമില്ലാത്ത ഒരു മനുഷ്യനാണല്ലോ. But the rest of scripture paints a very dark picture about this man. എന്നാൽ ദൈവവചനത്തിന്റെ മറ്റുള്ള ഭാഗങ്ങളിൽ ഇദ്ദേഹത്തെ കുറിച്ച് വളരെ മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. You see, Balaam loved money, and because he blessed them instead of cursing, he could not get the money from the king. താന് കേഴ്സിയാതെ Balaam, he could not get paid by the king because he did not curse them. Instead, he blessed them. താന് ഇവരെ ശപിക്കുന്നതിന് പകരം അനുഗ്രഹിച്ചത് കൊണ്ട് തനിക്ക് പൈസ രാജാവിൽ നിന്ന് കിട്ടുകയില്ലായിരുന്നു. So then he's a greedy fellow. How is a greedy prophet going to get paid?
ഒരു അത്യാഗ്രഹിയായിട്ടുള്ള പ്രവാചകൻ എങ്ങനെയാണ് തനിക്ക് സമ്പത്ത് ലഭിക്കാനായിട്ട് പോകുന്നത്? So he says to himself, okay, if I cannot curse them, I will corrupt them. എനിക്ക് അവരെ ശപിക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ ഞാൻ അവരിലൂടെ അവരെ കറപ്റ്റ് ചെയ്യും. അവരെ മലിനപ്പെടുത്തും. He says that's the only way to destroy them if God himself destroys. അപ്പോൾ അതാണ് അവരെ നശിപ്പിക്കുവാനുള്ളതായിരിക്കുന്ന ഒരു മാർഗമായിട്ട് താൻ കണ്ടത്. So what does he do? അവൻ എന്താണ് ചെയ്തത്? So it says here, he taught Balak how to entice the people to idol worship. ഈ ഇസ്രായേൽ മക്കളെ എങ്ങനെ വിഗ്രഹാരാധനയിലേക്ക് അവരെ ആകർഷിച്ച് കൊണ്ടുപോകാനായിട്ട് കഴിയും എന്നുള്ളത് താന് ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്തു. So that means he taught them to entice people by eating sacrificed meat at a Baal worship meeting. അപ്പോൾ ബാലിന് വിഗ്രഹാർപ്പിതമായി അർപ്പിച്ചതായിട്ടുള്ള മാംസം ഭക്ഷിക്കുവാനായിട്ട്, ആ വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുവാനായിട്ട് ആളുകൾക്ക് ഉപദേശിച്ചു കൊടുത്തു. It says he also taught Balak how to entice the men to sexual immorality. അത് മാത്രമല്ല, ദുർനടപ്പിലേക്ക് ആളുകളെ എങ്ങനെ വശീകരിക്കുവാനായിട്ട് കഴിയും എന്നുള്ളതും താന് ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്തു. So from this we know that Balaam went to Balak and said, okay, I will teach you how to corrupt them. First, you get your women, your beautiful women, to entice the men to sexual immorality. അപ്പോൾ താന് ചെന്ന് പിന്നെ ബാലാക്കിനോട് പറഞ്ഞു, ഞാൻ ഈ മനുഷ്യരെ എങ്ങനെ മലിനപ്പെടുത്താനായിട്ട് കഴിയും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു തരാം. നിങ്ങളുടെ സൗന്ദര്യവതികളായിട്ടുള്ള സ്ത്രീകളെ, ഇവരുടെ പുരുഷന്മാരെ ദുർനടപ്പ് ആചരിക്കുവാനായിട്ട് ആകർഷിക്കുവാനായിട്ട് വിടുക എന്ന് പറഞ്ഞു. And then you use the temptation of meat to entice them to idolatry by eating that sacrificed meat. ബാലിന് വിഗ്രഹാർപ്പിതമായി അർപ്പിച്ചതായിട്ടുള്ള മാംസം ഭക്ഷിക്കുവാനായിട്ടും അവരെ അതിനെ വശീകരിക്കണം എന്ന് പറഞ്ഞു. And he was successful, and many men compromised this way. അതില് അവര് ഒരു പരിധിവരെ വിജയിച്ചു. അനേകര് ആ നിലയിൽ നീക്കുപോക്കുകൾ വരുത്തി ഈ തെറ്റായിട്ടുള്ള നിലയിലേക്ക് മാറി. Many people will try to rationalize their compromises. അവരുടെ നീക്കുപോക്കുകളെ പലരും ബുദ്ധിപരമായിട്ട് അതിനെ ന്യായീകരിക്കുവാനായിട്ട് ശ്രമിച്ചു. So the Israelites may have tried to justify themselves by saying, oh, it's okay that I'm sleeping with this Moabite lady because anyway we're going to get married soon. What's the problem? ഒരുപക്ഷെ അവരിങ്ങനെ ന്യായീകരിച്ചിട്ടുണ്ടാകാം, ഞാൻ ഈ മോവാബ്യ സ്ത്രീകളുമായിട്ട് ശയിക്കുന്നതിൽ വലിയ തെറ്റില്ല, കാരണം ഞങ്ങൾ എന്തായാലും വിവാഹം കഴിക്കാനായിട്ട് പോവുകയാണ്. It's okay that I'm marrying an unbeliever because after marriage she will become a believer. അവള് അവിശ്വാസിയാണെങ്കിലും കുഴപ്പമില്ല, വിശ്വാസത്തിന് ശേഷം അവള് ഒരു വിവാഹത്തിന് ശേഷം അവള് വിശ്വാസിയാകാനുള്ള സാധ്യതയുണ്ട്. It's okay that I'm eating meat sacrificed to Baal because I'm just hungry. I don't care about that. ബാലിന് അർപ്പിച്ചതായിട്ടുള്ള ഈ മാംസം ഭക്ഷിക്കുന്നതിൽ കുഴപ്പമില്ല, എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് അത് വലിയ കുഴപ്പമില്ല. So this is how they compromise. ഇങ്ങനെയാണ് അവര് നീക്കുപോക്കുകൾ വരുത്തിയത്. Now Balaam has been dead for a long time, but the spirit of Balaam lives on in Pergamum. ബിലയാം വളരെ നാളുകൾക്ക് മുമ്പ് മരിച്ചെങ്കിലും ബിലയാമിന്റെ ആത്മാവ് ഇപ്പോഴും പ്രവർത്തന നിരതമാണ്. And so to understand the compromise in Pergamum, we need to understand the concept of a guild, a trade guild or trade association. നമ്മൾ ഈ പെർഗമോസിലെ പ്രശ്നത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഒരു വാണിജ്യപരമായ അസോസിയേഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. So they had these trade guilds or trade associations, which are people who are all in the same profession in the city. അവിടെ ആ പട്ടണത്തിൽ ഒരുമിച്ച് കച്ചവടം ചെയ്യുന്നതായിട്ടുള്ള ആളുകളുടെ ഒരു സംഘം ഉണ്ടായിരുന്നു. I guess it's similar to like we have unions in Kerala, right? You have union for this job, union for that job, and different unions. നമ്മുടെ നാട്ടിലുള്ളതായിരിക്കുന്ന യൂണിയൻ പോലുള്ള ഒരു സംവിധാനമായിട്ട് അതിനെ മനസ്സിലാക്കാനായിട്ട് കഴിയും.
And the purpose of this was for mutual protection, And ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പരസ്പരം സഹായിച്ച് അവരെ പ്രതിരോധിക്കുവാനായിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു. But also had social benefits and religious benefits. അതുകൊണ്ട് മതപരമായിട്ടും സാമൂഹ്യമായിട്ടുള്ളതായിരിക്കുന്ന പ്രയോജനങ്ങൾ അതുകൊണ്ടുണ്ടായിരുന്നു. So if you're a carpenter, you are part of the carpenter's trade guild. If you're a doctor, you are part of the doctor's trade guild, and on and on. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നിങ്ങൾ ഡോക്ടർ ആണെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ ഒരു സംഘടന ഉണ്ടായിരിക്കും, അതുപോലെ കാർപ്പൻ്റർ ആണെങ്കിൽ മരപ്പണിക്കാരുടെ ഒരു സംഘടന ഉണ്ടായിരിക്കും. ആ നിലയിൽ ഉള്ള ഒരു അസോസിയേഷൻ ആയിരുന്നു. Now every job had its own trade guild, its own association. എല്ലാ ജോലിക്കും ആ നിലയിലുള്ളതായിരിക്കുന്ന ഒരു സംഘടനാപരമായ രീതി ഉണ്ടായിരുന്നു. Now it would be very difficult for a Christian to provide for his family if he was not part of this trade association. അപ്പോൾ ഈ നിലയിലുള്ളതായിരിക്കുന്ന ഈ വാണിജ്യ സംഘങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബത്തിന് ജീവസന്ധാരണത്തിനുള്ള വക കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു. And every so often these trade associations would have a big banquet. ഈ സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ വിരുന്നുകൾ നടത്തുന്നത് പതിവായിരുന്നു. So and at this banquet they would honor the god of their profession. അവരുടെ ആ ഒരു തൊഴിലിന്റെ ദേവതയെ അല്ലെങ്കിൽ ദേവനെ അവര് ഇങ്ങനെയുള്ള വിരുന്നുകളിൽ അവര് വർഷിപ്പ് ചെയ്യുമായിരുന്നു. Yeah. So the carpenters would worship the god of carpentry, the doctors would worship the god of medicine, the professors would worship the god of wisdom. അപ്പോൾ അങ്ങനെ ഓരോ സംഘടനകളും അവരുടെ ജോലിക്ക് അവരെ ആധാരമായി കരുതുന്നതായിട്ടുള്ള ദൈവങ്ങളെ, ഉദാഹരണത്തിന് കാർപ്പൻറ്റേഴ്സിൻ്റെ സംഘടന കാർപ്പൻട്രിയുടെ ദൈവത്തെ ഇത് ചെയ്യും, അതുപോലെ ഡോക്ടേഴ്സ് മെഡിസിൻ്റെ ദൈവത്തെ ആരാധിക്കുക. അങ്ങനെ ഒരു രീതി അവിടെ ഉണ്ടായിരുന്നു. In addition to worshipping the god of their profession, they would also worship Caesar. ഈ ഇങ്ങനെയുള്ള ദൈവങ്ങളെ ആരാധിക്കുന്നതിനോടൊപ്പം തന്നെ അവര് രാജാവായിരിക്കുന്ന കൈസറെയും ആരാധിക്കുമായിരുന്നു. And they would take incense and they would burn it on the emperor's behalf. അവര് സുഗന്ധവർഗ്ഗങ്ങൾ എടുത്തുകൊണ്ട് രാജാവിന് വേണ്ടി ആ സുഗന്ധദ്രവ്യങ്ങൾ അവര് പുകയ്ക്കുമായിരുന്നു. And then they would take the image of the emperor and they would offer an animal sacrifice in front of the image. അവര് രാജാവിന്റെ ഒരു പ്രതിമ അവിടെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അതിന്റെ മുൻപിൽ മൃഗബലി അർപ്പിക്കുമായിരുന്നു. And then they would take the meat away and then they would cook that meat and make a very nice banquet and serve it to people that were gathered there. അങ്ങനെ വിഗ്രഹാർപ്പിതമായിട്ട് ഉപയോഗിച്ച ആ മാംസം പാചകം ചെയ്ത് ഈ വിരുന്നിൽ അവരത് വിളമ്പുമായിരുന്നു. And if you refused to be a part of this banquet, you would lose your license to be a doctor or carpenter or whatever. നിങ്ങൾ ഇങ്ങനെയുള്ള വിരുന്നുകളിൽ പങ്കെടുക്കുവാൻ വിസമ്മതിച്ചാൽ നിങ്ങൾക്ക് ഈ സംഘടനയുടേതായിരിക്കുന്ന ആ ഒരു അംഗത്വം നഷ്ടമായി തീരുമാനം. And if you're very outspoken about it and said in your public saying, no, this is wrong, I will not do this, we should not do this, the Roman government would arrest you. അങ്ങനെയുള്ളതായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ വളരെ പരസ്യമായിട്ട് ഇത് തെറ്റാണ്, ഇങ്ങനെ ചെയ്യുവാനായിട്ട് പാടില്ല, ഞാനിങ്ങനെ ചെയ്യില്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചാൽ റോമ ഗവൺമെന്റിന്റെ അധികാരികൾ നിങ്ങളെ അറസ്റ്റ് ചെയ്യുമായിരുന്നു. And then once you are arrested, they would give you two options. അങ്ങനെ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അവർ നിങ്ങൾക്ക് രണ്ട് ചോയ്സ് ആണ് തരുന്നത്. Option 1 is you have to make a public sacrifice in front of everybody and say Caesar is Lord, and you have to curse the name of Jesus. That's option 1. അങ്ങനെ ആയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ഇതെന്ന് പറയുന്നത്, സാധ്യത എന്ന് പറയുന്നത്, നിങ്ങൾ പരസ്യമായി സീസറിന് യാഗം അർപ്പിച്ചുകൊണ്ട് സീസർ ദൈവമാണെന്ന് പ്രഖ്യാപിക്കുകയും യേശുവിന്റെ നാമത്തെ ശപിക്കുകയും ചെയ്യണം. And if you did that, all would be forgiven and you would be restored back to your original position. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കുറ്റം ക്ഷമിക്കുകയും നിങ്ങളെ പഴയ സ്ഥിതിയിലേക്ക് അവര് യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യും. But if you chose the second option, which means you will not compromise, then you will be executed. ഇങ്ങനെയുള്ള ഒരു നീക്കുപോക്ക് നിങ്ങൾ വരുത്തുന്നില്ല എങ്കിൽ രണ്ടാമത്തെ നിങ്ങൾക്കുള്ള സാധ്യത എന്ന് പറയുന്നത് നിങ്ങൾ വധിക്കപ്പെടുക എന്നുള്ളതാണ്. So many of the Christians, they were part of these guilds and they were eating at these banquets, eating the food that was sacrificed to idols right in front of them. അവരിങ്ങനെയുള്ളതായിരിക്കുന്ന വിരുന്നുകളിൽ പങ്കെടുത്തുകൊണ്ട് ചില ക്രിസ്ത്യാനികൾ ഈ
വിഗ്രഹാർപ്പിതമായിരിക്കുന്ന മാംസം അവരുടെ മധ്യേ ഭക്ഷിക്കുമായിരുന്നു. These Christians would stand there, watch incense being burned to the emperor, animals being sacrificed to these gods, and they would eat it and have no problem. അങ്ങനെ അവര് ഈ സൗരഭ്യ ധൂപം കത്തിക്കുന്നതും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതും എല്ലാം നോക്കി കണ്ടുകൊണ്ട് അത് കണ്ട് ആ വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുവാനായിട്ട് അത് അവർ ഒരു പ്രശ്നമായിട്ട് കണ്ടില്ല. And then on Sunday they'll come to church and take part in Lord's Supper and act as if nothing has happened. അവർ ഞായറാഴ്ച ആരാധനാ യോഗത്തിന് കടന്നു വന്ന് ഒന്നും സംഭവിക്കാത്തതുപോലെ ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്യും. As if Jesus did not see what they were doing a few days before. അവർ ചെയ്യുമ്പോൾ വിചാരിക്കുന്നത് കർത്താവ് ഇവർ ചെയ്ത കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല എന്നുള്ള നിലയിലാണ്. Why was such a compromise sinful, so sinful? എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു നീക്കുപോക്ക് വളരെ പാപകരമായിരിക്കുന്നത്? This is spiritual adultery. ഇത് ആത്മീയമായ വ്യഭിചാരമാണ്. So this spiritual adultery is being in covenant with God, showing him acts of loyalty and devotion, and at the same time showing acts of loyalty and devotion to another. അത് ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തോട് സത്യസന്ധത പുലർത്തുന്നു എന്ന് പറഞ്ഞ് ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ട് മാറിപ്പോയി ഈ നിലയിൽ വിഗ്രഹാർപ്പിതം ഭക്ഷിച്ചുകൊണ്ട് മറ്റൊരു ദൈവത്തെ ആരാധിക്കുന്നത് ആയിട്ടുള്ള കാര്യമാണ്. And there were some false teachers in the church that were saying it's okay to participate because we all know emperor is not God. എന്നാൽ സഭയിൽ ചില ആളുകളും ആ നിലയിൽ ലീഡേഴ്സ് ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, രാജാവ് ദൈവമല്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്ന് പറയുന്നതായിട്ടുള്ള ആളുകൾ. It's also okay to participate in this feast because God wants us to provide for our families. അവർ പറഞ്ഞു നിങ്ങളിങ്ങനെയുള്ള വിരുന്നുകളിൽ പങ്കെടുക്കുന്നതിന് കുഴപ്പമില്ല, കാരണം ദൈവം നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി അവരുടെ സന്താരണത്തിനുള്ളത് കണ്ടെത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. It's okay to eat meat sacrificed to idols because the idol is just made from wood and stone. It's not a real idol. വിഗ്രഹം എന്ന് പറയുന്നത് ഏതുമില്ല, അത് മരം കൊണ്ടുള്ള ഒരു രൂപം മാത്രമാണ്, അതുകൊണ്ട് വിഗ്രഹാർപ്പിതം തിന്നുന്നതിൽ കുഴപ്പമില്ല എന്നവർ പറഞ്ഞു. Sometimes in India also we do such similar compromises, very serious Pergamum level compromise. ഇന്ത്യയിലും ഈ നിലയിലുള്ളതായിരിക്കുന്ന പെർഗമൻകാർ ചെയ്തതായിട്ടുള്ള നീക്കുപോക്കുകൾ പോലുള്ളതായിരിക്കുന്ന തെറ്റുകൾ ചെയ്യാറുണ്ട്. Say someone comes, a believer from a Hindu background, he comes to faith in Christ, but in his house he'll still do puja in the puja room. Why? Because he's afraid of his parents. ഹിന്ദു വിശ്വാസത്തിൽ നിന്ന് കർത്താവിലേക്ക് വന്ന ചില ആളുകൾ വിശ്വാസത്തിൽ വന്നതിന് ശേഷവും അവരുടെ വീട്ടിൽ പൂജകളിൽ സംബന്ധിക്കുന്നു, കാരണം അവരുടെ പേരൻസിനെ ഭയപ്പെടുന്നു. That is outwardly showing devotion to an idol, and also at the same time he's also outwardly showing devotion to Christ. അവര് പരസ്യമായിട്ട് ഹിന്ദു ദൈവങ്ങളോടുള്ളതായിരിക്കുന്ന ആ ഭക്തി കാണിക്കുകയും അപ്പോൾ തന്നെ കർത്താവിനോടുള്ള ഭക്തി കാണിക്കുകയും ചെയ്യും. That's a Pergamum level compromise. അത് പെർഗമോസിലുള്ള ആളുകൾ ചെയ്തതുപോലുള്ളതായിരിക്കുന്ന ഒരു നീക്കുപോക്കാണ്. Or think of a Muslim brother who comes to faith, but he still keeps going to the mosque on every Friday and tries to win other Muslims by acting like a Muslim. ചില മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നതായിട്ടുള്ള ആളുകൾ, ചില ആളുകൾ മോസ്കിൽ പോയിട്ട് അവരെ മുസ്ലിങ്ങളെ പോലെ ആക്ട് ചെയ്തുകൊണ്ട് അവരെ കർത്താവിലേക്ക് വരുത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതും അതുപോലുള്ളതായിരിക്കുന്ന ഒരു തെറ്റാണ്. That's a Pergamum level compromise. അത് പെർഗമോസിലുള്ളതായിരിക്കുന്ന ആളുകൾ ചെയ്തതുപോലുള്ളതായിരിക്കുന്ന ഒരു നീക്കുപോക്കാണ്. Or think of someone from a Christian from a Dalit background or a SC/ST background who comes to faith in Christ. കർത്താവായ യേശുവിലേക്ക് വന്ന SC/ST ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരു സഹോദരൻ, and imagine that he uses his caste certificate to get a government job or admission in a university. താന് തൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി ലഭിക്കുന്നതിനോ വേണ്ടി ഉപയോഗിക്കുമ്പോൾ, what he's doing is he's claiming the identity of who he was before he was in Christ, and now he's using it for financial gain. ഇപ്പോൾ താൻ ചെയ്യുന്നത്, താൻ വിശ്വാസത്തിൽ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് താൻ ആരായിരുന്നോ തൻ്റെ ആ ഒരു ഐഡന്റിറ്റി
ഇപ്പോൾ സാമ്പത്തികമായിരിക്കുന്ന ലാഭത്തിന് വേണ്ടി താൻ ഉപയോഗിക്കുകയാണ്. It's a very wicked thing, and it's a compromise. It's a Pergamum level compromise. അത് ഒരു വളരെ തെറ്റായിട്ടുള്ള കാര്യവും ഈ പെർഗമോസിലുള്ള ആളുകൾ ചെയ്തു പോലുള്ളതായിരിക്കുന്ന ഒരു നീക്കുപോക്കുമാണ്. Or think of a Christian that is attending their friend a gay wedding. ഒരു സ്വർഗ രതിക്കാരായിട്ടുള്ള ആളുകളുടെ വിവാഹത്തിൽ സംബന്ധിക്കുന്ന ഒരു വിശ്വാസിയെ കുറിച്ച് ചിന്തിക്കുക. God has said that is a very abominable sin, but then you are afraid of offending your friend, and so you go and compromise by attending it. That is a Pergamum level compromise. അങ്ങനെയുള്ള ഒരു വിവാഹത്തിൽ നിങ്ങൾ അവരെ പിണക്കാതിരിക്കുവാൻ വേണ്ടി പോയി സംബന്ധിക്കുമ്പോൾ ദൈവം വളരെ മഹാ ദോഷമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന, വലിയ പാപമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ സ്വവർഗാനുരാഗം, ആ തെറ്റ് ചെയ്യുന്ന ആളുകളോടുകൂടെ നിങ്ങൾ സഹകരിക്കുമ്പോൾ ഈ പെർഗമോസിലെ ആളുകൾ ചെയ്തു പോലുള്ളതായിരിക്കുന്ന ഒരു നീക്കുപോക്കാണ് നിങ്ങൾ ചെയ്യുന്നത്. So Jesus is offended by you showing devotion to God on one hand and compromising by showing devotion to another idol at the same time. ദൈവം നിങ്ങൾ ദൈവത്തോടുള്ള ഭക്തി ഒരു വശത്ത് കാണിച്ചുകൊണ്ട് അതേസമയം തന്നെ മറ്റൊരു വിശ്വാസം അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോടുള്ള നീക്കുപോക്ക് കാണിക്കുമ്പോൾ ദൈവം അത് പ്രസാദിക്കുന്നില്ല. Now there are Pergamum level compromises and there are also lesser compromises, but there are still compromises that Christians we do today also. പെർഗമോസിലുള്ള ആളുകൾ ചെയ്തു പോലുള്ള ഈ നിലയിലുള്ള തെറ്റുകളുണ്ട്, എന്നാൽ അതിനേക്കാൾ താഴ്ന്ന നിലയിലുള്ള തെറ്റുകളുമുണ്ട് വിശ്വാസികൾ ചെയ്യുന്നതായിട്ട്. Just think about the idol of money, and so many Christians they have this idolatry of money, and so when their sons get married they will ask for dowry. ഇപ്പോൾ സമ്പത്ത് എന്ന് പറയുന്ന വിഗ്രഹത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. പല ആളുകൾക്കും ഈ പറയുന്നതായിട്ടുള്ള വലിയ ഒരു വിഗ്രഹാരാധന ഉണ്ട്. അതുകൊണ്ട് അവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ മക്കള് വിവാഹം കഴിക്കുമ്പോൾ അവർ സ്ത്രീധനം ചോദിക്കും. And I praise God for the local churches. I know it's one of the few denominations in India which they don't ask for dowry, from what I've heard. So I'm very thankful for that. ഞാൻ നമ്മുടെ ഈ സമൂഹത്തിൽ ഉള്ളതിൽ വെച്ച് ഡൗറി ചോദിക്കാതിരിക്കുന്ന കൂട്ടങ്ങളിൽ ഒരു കൂട്ടരാണ് പ്രാദേശിക സഭക്കാർ എന്നുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. But the sad thing is that the pastors, many pastors and Bible teachers, instead of condemning this practice, they will become the middleman between both the families to help exchange the dowry. പലപ്പോഴും പാസ്റ്റർമാർ തന്നെ ഈ തെറ്റായിട്ടുള്ള പ്രവണതയെ നിരുത്സാഹപ്പെടുത്തുകയും അതിനെ കുറിച്ച് കുറ്റം പറയുകയും ചെയ്യേണ്ടതിന് പകരം അവര് ഇതിന് മധ്യവർത്തികളായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. Or even take the idol of education, which is very big in our country. We like to educate people, but sometimes we make it an idol. പലപ്പോഴും വിദ്യാഭ്യാസം എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വിഗ്രഹം, ആളുകളെ പഠിപ്പിക്കണം എന്നുള്ളത് ഒരു ആവശ്യമായിരിക്കുന്ന കാര്യമാണെങ്കിലും പലപ്പോഴും അതൊരു വിഗ്രഹമായി മാറാറുണ്ട്. Sometimes the believers will not bring their children to church on Sunday because they have exam on Monday. വിശ്വാസികൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ പലപ്പോഴും സഭയിൽ കൊണ്ടുവരാതിരിക്കുന്നു, കാരണം തിങ്കളാഴ്ച അവർക്ക് പരീക്ഷയുണ്ട് എന്നുള്ളതുകൊണ്ട്. So compromise is always the first step towards total disobedience. പൂർണ്ണമായ അനുസരണക്കേടിലേക്കുള്ള ആദ്യത്തെ പടി എന്ന് പറയുന്നത് നീക്കുപോക്കുകളാണ്. If you're willing to make small compromises now, you will be making big compromises 5 years from now. ഇപ്പോൾ നിങ്ങൾ ചെറിയ ചെറിയ നീക്കുപോക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുന്നു, അതിനെ ഗണ്യമാക്കാതിരിക്കുന്നു എങ്കിൽ 5 വർഷത്തിന് ശേഷം നിങ്ങൾ വലിയ നീക്കുപോക്കുകൾ വരുത്തുവാൻ തയ്യാറുള്ളവരായിത്തീരും. So that is Jesus' evaluation of the church in Pergamum, and so now he gives his command in verse 16. ഈ പെർഗമോസിലുള്ളതായിരിക്കുന്ന സഭയെക്കുറിച്ചുള്ള യേശു ക്രിസ്തുവിൻ്റെ വിലയിരുത്തൽ ഇതാണ്. 16-ാമത്തെ വാക്യത്തിൽ താൻ അതിന് ഒരു സൊല്യൂഷൻ. He says, verse 16, therefore repent. അതുകൊണ്ട് മാനസാന്തരപ്പെടുക എന്നാണ് അവിടെ പറയുന്നത്. Jesus is asking his church and asking us to repent in areas where we have compromised. നമ്മൾ നീക്കുപോക്കുകൾ വരുത്തിയിരിക്കുന്ന മേഖലകളിൽ മാനസാന്തരപ്പെടുക എന്നുള്ളതാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. So if you've made
ungodly friendships with people who have made you compromise to sin, repentance means forsaking those friendships. പാപം ചെയ്യുവാൻ നിങ്ങളെ നീക്കുപോക്കുകൾ വരുത്തുവാനായിട്ട് പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള അവിശ്വാസികളായിട്ടുള്ള കൂട്ടുകാർ നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ള കൂട്ടുകെട്ടിൽ നിന്ന് നിങ്ങൾ മാറേണ്ടതാണ്. If you've compromised at work by doing unethical things because your boss asked you to, then repentance means speaking the truth and refusing to compromise even if you lose your job. നിങ്ങളുടെ ജോലി സ്ഥലത്തെ മേലധികാരി നിങ്ങളെ തെറ്റായിട്ടുള്ള അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നിങ്ങളെ അവിടെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ കോംപ്രമൈസ് ചെയ്യാതെ സത്യം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടാലും സത്യത്തിന് വേണ്ടി നിലപാടെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. If you've compromised your family life by moving to a different place and leaving your family in another place just so you can get more money, repentance means taking a lower salary and being with your family. നിങ്ങൾ കൂടുതൽ സാമ്പത്തിക നേട്ടം കൈവരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഫാമിലിയെ കുടുംബത്തെ വിട്ട് വേറൊരു സ്ഥലത്ത് പോയി നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ മാനസാന്തരം എന്ന് പറയുന്നത് നിങ്ങൾ തിരിച്ച് ഒരുമിച്ചായിരിക്കുക എന്നുള്ളതാണ്. So if you repent, Jesus is saying he will completely forgive you. നിങ്ങൾ മാനസാന്തരപ്പെടുന്നുവെങ്കിൽ അവൻ നിങ്ങളോട് പൂർണ്ണമായി ക്ഷമിക്കും എന്നുള്ളതാണ് ദൈവവചനം പറയുന്നത്. There is no compromise that is beyond the grace of God. ദൈവത്തിൻ്റെ കൃപയ്ക്ക് മേലെ ഒരു നീക്കുപോക്ക്, ദൈവത്തിൻ്റെ കൃപയ്ക്ക് ശരിയാക്കുവാൻ കഴിയാത്ത ഒരു നീക്കുപോക്കുകളുമില്ല. But there's also a warning to those who will not repent. എന്നാൽ മാനസാന്തരപ്പെടാതിരിക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പുമുണ്ട്. Verse 16b, if not, I will come to you soon and war against them with the sword of my mouth. അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. Now, the people in Pergamum were compromising because they were afraid. അവര് പെർഗമോസിലെ ആളുകൾ നീക്കുപോക്കുകൾ വരുത്തിയതിന്റെ കാരണം അവര് ഭയചകിതരായിരുന്നു. Jesus is saying, don't be afraid of them. Be afraid of me. I have the sword with a two-edged sword in my hand. അവിടെ കർത്താവ് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെയുള്ള മനുഷ്യരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല, എന്നെ ഭയപ്പെടുവിൻ, എന്തുകൊണ്ടെന്നാൽ എൻ്റെ കയ്യിൽ ഇരുവായ്ത്തലയുള്ള വാളുണ്ട് എന്നാണ്. Jesus is threatening to kill all the compromisers in the church. സഭയിൽ നീക്കുപോക്കുകൾ വരുത്തുന്നതായിട്ടുള്ള എല്ലാവരെയും കൊല്ലും എന്നുള്ളതായിരിക്കുന്ന ഒരു മുന്നറിയിപ്പാണ് കർത്താവ് നൽകുന്നത്. Because when you compromise, you are actually destroying the church. നിങ്ങൾ നീക്കുപോക്കുകൾ വരുത്തുമ്പോൾ നിങ്ങൾ സഭയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. That's why 1 Corinthians 3:17 it says, if anyone destroys God's temple, God will destroy him. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 13:17 പറയുന്നത്, ദൈവത്തിന്റെ സഭയെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. For God's temple is holy and you are that temple. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമാകുന്നു, നിങ്ങൾ അങ്ങനെ തന്നെ. Jesus is so serious about protecting holiness in the church that he said, I will kill all the compromisers. ദൈവം തന്റെ സഭയിൽ വിശുദ്ധിയെ നിലനിർത്തുന്നതിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് വെച്ചാൽ അവൻ നീക്കുപോക്കുകൾ വരുത്തുന്ന ആളുകളെ കൊന്നുകളയും എന്നുള്ളതാണ്. You know, we see God doing this in the book of Numbers also with Balaam. ഇത് ബിലയാമിന്റെ കാര്യത്തിൽ സംഖ്യാപുസ്തകത്തിൽ നമ്മൾ ദൈവം അങ്ങനെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. When God tells Israel to fight the Moabites, it says Balaam the false teacher was killed by the sword of the Israelites in that war. മോവാബ്യരുമായിട്ടുള്ള യുദ്ധത്തിൽ ബിലയാം എന്ന് പറയുന്ന കള്ളപ്രവാചകനെ അവർ വാളുകൊണ്ട് കൊന്നു എന്ന് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. According to Jewish tradition, he was killed while he was returning to collect his money for his consulting fees. തൻ്റെ ഈ വിധമായിരിക്കുന്ന തെറ്റായുള്ള ആലോചനയ്ക്ക് താന് രാജാവിൽ നിന്ന് ബാലാക്കിൽ നിന്ന് കാശ് മേടിക്കുവാനായിട്ട് പോകുന്ന വഴിക്കാണ് അവനെ കൊന്നുകളഞ്ഞത് എന്നാണ് അതിനെക്കുറിച്ചുള്ള ചരിത്രം പറയുന്നത്. And also according to Jewish tradition, those who followed Balaam also went to hell along with him. ബിലയാമിനെ പിന്തുടർന്നതായിട്ടുള്ള ആളുകളും അവനോട് കൂടെ നരകത്തിലേക്ക് പോകുവാനിടയായി എന്നാണ് ചില യഹൂദ പാരമ്പര്യം പറയുന്നത്. So just as God came and destroyed the false teacher in the Old Testament after warning him, Jesus is promising to do the same thing in the New Testament to those who compromise. കോംപ്രമൈസ് ചെയ്തതായിട്ടുള്ള പഴയ നിയമത്തിലുള്ള ആളുകളെ ദൈവം ഈ നിലയിൽ അവരെ കൊന്നുകളഞ്ഞു എന്നുള്ളത് പറഞ്ഞിട്ട് പുതിയ നിയമത്തിൽ കർത്താവ് നീക്കുപോക്ക് വരുത്തുന്നവരോടും ആ നിലയിൽ പ്രവർത്തിക്കും എന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത്.
He says, I will come to you soon and war against them. ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ അടുക്കൽ വന്ന് ഇങ്ങനത്തെവരോട് യുദ്ധം ചെയ്യും. So what should the church do? What should the local church do for someone who is compromising in serious ways and not repenting? ചില ആളുകൾ ഈ നിലയിലുള്ള നീക്കുപോക്കുകൾ, ഗൗരവതരമായിരിക്കുന്ന നീക്കുപോക്കുകൾ വരുത്തുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുന്നില്ല എങ്കിൽ പ്രാദേശിക സഭ അങ്ങനെയുള്ള ആളുകളോട് എന്താണ് ചെയ്യേണ്ടത്? The church should discipline them immediately. സഭ അങ്ങനെയുള്ള ആളുകളെ പെട്ടെന്ന് തന്നെ അവരെ ശിക്ഷിക്കേണ്ടതാണ്. We should show grace. We should follow the steps in Matthew 18, but we should not compromise with holiness. We have to get rid of the compromisers. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന പോലെ അവരോട് കൃപയോടുകൂടെ ഇടപെടണം എന്നിരിക്കലും നമ്മൾ നീക്കുപോക്കുകളെ ഗൗരവമായി കാണാതിരിക്കരുത്. Jesus is using such strong, sharp language because sometimes that is the only language that will work to make people just realize the seriousness of what they're doing. കർത്താവ് ഇവിടെ ഈ നിലയിൽ വളരെ തീവ്രമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള വാക്കുകൾക്ക് മാത്രമേ ആളുകൾ തങ്ങളായിരിക്കുന്ന തെറ്റായ സ്ഥിതിയെക്കുറിച്ച് ബോധ്യം പ്രാപിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. Now you might say, oh, I thought Jesus is very loving. Why is he threatening to kill? I thought Jesus is, like New Testament, he's such a nice, friendly, loving person. How can Jesus say such things? Is that appropriate? ആളുകൾ ചിന്തിക്കുന്ന കർത്താവ് പുതിയ നിയമത്തിൽ വളരെ സ്നേഹസമ്പന്നനായിരിക്കുന്ന കരുണാമയനായിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് ഇങ്ങനെ കൊന്നുകളയും എന്നുള്ള നിലയിൽ കർത്താവിനെ എങ്ങനെയാണ് ഭീഷണിപ്പെടുത്താനായിട്ട് കഴിയുന്നത് എന്നാണ്. It is very appropriate. അത് തികച്ചും ന്യായയുക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. Now it may not be appropriate for everyone, but it is appropriate for Jesus. It depends on who is saying it. അത് എല്ലാവരെയും സംബന്ധിച്ചും അത് ശരിയായിട്ടുള്ള കാര്യമായിരിക്കില്ല. എന്നാൽ ആരാണ് പറയുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായിട്ടുള്ള കാര്യമാണ്. So when some people threaten, it's very inappropriate to do so. ചില ആളുകൾ ഭീഷണിപ്പെടുത്തുമ്പോൾ അത് അങ്ങനെ ചെയ്യുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. For example, if a young man were to tell a young woman, hey, you have to marry me. If you don't marry me, big problem for you. ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയോട് പറയുകയാണ്, നീ എന്നെ വിവാഹം കഴിക്കണം, വിവാഹം കഴിച്ചില്ലെങ്കിൽ അത് വലിയ പ്രശ്നമായി തീരും എന്ന് ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ such a threat will be very inappropriate, right? അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു ഭീഷണി എന്ന് പറയുന്നത് വളരെ ശരിയല്ലാത്ത ഒരു കാര്യമാണ്. But sometimes a threat will be very appropriate. എന്നാൽ ചിലപ്പോൾ ചില ഭീഷണികൾ വളരെ ശരിയായിട്ടുള്ളതാണ്. For example, if a teacher tells a student, if I catch you cheating in the exam, I'll give you 0. ഒരു ടീച്ചർ ഒരു കുട്ടിയോട് പറയുകയാണ്, നീ പരീക്ഷയിൽ തെറ്റായിട്ട് വഞ്ചന കാണിക്കുന്നത് കണ്ടാൽ ഞാൻ നിനക്ക് 0 മാർക്ക് തരുന്നതായിരിക്കും എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു ത്രെറ്റാണ്. Jesus has every right to issue threats because he has the ultimate authority. കർത്താവായ യേശു ക്രിസ്തുവിന് ഏത് നിലയിലുള്ള ഭീഷണിയും പറയുവാനുള്ള അവകാശമുണ്ട്. കാരണം അവൻ സർവാധികാരിയായിട്ടുള്ള ദൈവമാണ്. He has the authority to command, he has the authority to judge, he has the authority to threaten. അവന് കൽപ്പിക്കുവാനുള്ളതായിരിക്കുന്ന അധികാരമുണ്ട്, ന്യായം വിധിക്കുവാനുള്ള അധികാരമുണ്ട് എന്ന് മാത്രമല്ല അവന് ഭീഷണിപ്പെടുത്തുവാനുള്ളതായിരിക്കുന്ന ഭയപ്പെടുത്തുവാനുള്ള അധികാരവും. But he's threatening for our good. He doesn't want us to suffer the consequences. അവൻ നമ്മെ ഭീഷണിപ്പെടുത്തുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. Also, he showed us how much he loved us. So he has earned the right because we should know he loves us. താന് നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് ദൈവം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് താന് കാണിച്ചു തന്നിട്ടുണ്ട്. He loved us by becoming a man. അവൻ നമ്മെ ഒരു മനുഷ്യനായി ഈ നമ്മുടെ ഇടയിലേക്ക് വന്നുകൊണ്ട് തന്റെ സ്നേഹത്തെ കാണിച്ചു തന്നു. He loved us by living the perfect life of obedience in our place. നമ്മുടെ സ്ഥാനത്ത് അവൻ തന്റെ ജീവനെ മുഴുവനായി നമുക്ക് നൽകിക്കൊണ്ട് നമ്മെ സ്നേഹിച്ചു. He loved us by taking on God's wrath on himself on the cross. ദൈവത്തിന്റെ മുഴു ക്രോധവും തന്റെ മേൽ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ മരിക്കുന്നതിലൂടെ അവൻ നമ്മെ സ്നേഹിച്ചു. If Jesus, the one who loves us this much, if he gives us a threat, is it not for our good? ഈ നിലയിൽ നമ്മെ സ്നേഹിച്ചതായിട്ടുള്ള ദൈവം നമുക്ക് ഒരു ഭയനിർദ്ദേശം നൽകിയാൽ അത് ന്യായമല്ലയോ? So Jesus gives the motivation of fear to make his people repent.
ആളുകൾ മാനസാന്തരപ്പെടുവാനായിട്ട് ഭയത്തിൻ്റെ ഒരു മോട്ടിവേഷൻ ദൈവം ഉപയോഗിക്കുകയാണ്. But then he gives a second motivation to repent, which is reward. രണ്ടാമത് അതിന് ഉള്ള ഒരു മോട്ടിവേഷനായിട്ട് ദൈവം ചെയ്യുന്നത് പ്രതിഫലങ്ങളെ നൽകും എന്ന് പറഞ്ഞുകൊണ്ടാണ്. 17-ാമത്തെ വാക്യത്തിൽ അതാണ് നമ്മൾ വായിക്കുന്നത്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. So Jesus promises that the one who repents from compromise will receive hidden manna from him and a white stone. കർത്താവ് പറയുന്നത് നീക്കുപോക്കുകൾ ചെയ്യാതെ ജയിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവന് മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും എന്നാണ്. So Jesus is saying, don't eat that meat that is sacrificed to idols. Instead, I will give you manna in heaven, a hidden manna that is hidden for you. അവിടെ കർത്താവ് പറയുന്നത് നിങ്ങൾ ഈ വിരുന്നുകളിൽ തെറ്റായിട്ടുള്ള നീക്കുപോക്കുകൾ വരുത്തിക്കൊണ്ട് ആഹാരം കഴിക്കാതിരിക്കുന്നു എങ്കിൽ ഞാൻ അവന് സ്വർഗത്തിൽ മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള മന്ന കൊടുക്കുന്നതാണ്. So you want something to eat? I will give you hidden manna where you will never have to be hungry again. നീ എന്തെങ്കിലും ആഹാരം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ അങ്ങനത്തവന് മറഞ്ഞിരിക്കുന്ന മന്ന നൽകും, അവന് പിന്നീട് ഒരിക്കലും വിശക്കുകയില്ല. Why do you want meat sacrificed to demons when I can give you hidden manna that can sustain you forever? നിങ്ങൾ എന്തിനാണ് ഭൂതങ്ങൾക്ക് അർപ്പിച്ചതായിട്ടുള്ള മാംസം കഴിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് എന്നേക്കും നിലനിൽക്കുന്നതായിട്ടുള്ള മന്ന ആഹാരമായി നൽകുന്നതാണ്. And secondly, he promises a white stone. രണ്ടാമത് കർത്താവ് വാഗ്ദത്തം ചെയ്യുന്നത് ഒരു വെള്ളക്കല്ലാണ്. So in the ancient courtrooms, especially if it is a life or death case, the jurors would be given a black stone and a white stone. പഴയകാല കോടതികളിൽ പ്രത്യേകിച്ച് മരണവും ജീവന്റെയും വിഷയങ്ങളുള്ളതായിരിക്കുന്ന കേസുകളിൽ ജഡ്ജിക്ക് ഒരു വെള്ളക്കല്ലും കറുത്ത കല്ലും കൊടുക്കും. And if you're guilty, the judge would give the black stone, but if you're innocent, they would give you the white stone. നിങ്ങൾ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ ജഡ്ജി നിങ്ങൾക്ക് ഒരു കറുത്ത കല്ല് നൽകും. അല്ല, നിങ്ങൾ തെറ്റുകാരനല്ല എന്ന് തെളിഞ്ഞാൽ ഒരു വെള്ളക്കല്ല് നൽകുന്നതായിരിക്കും. So Jesus is saying, if you repent from your compromise and if you remove those compromises, I'm going to give you a white stone. Means not guilty, everything's forgiven. White stone for you. നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന്, നിങ്ങളുടെ നീക്കുപോക്കുകളിൽ നിന്ന് നിങ്ങൾ മാനസാന്തരപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ പാപം ക്ഷമിച്ചു എന്നുള്ളതിന്റെ ലക്ഷണമായിട്ട് വെള്ളക്കല്ല് നിങ്ങൾക്ക് നൽകുന്നതാണ്. But not only that, he said on the white stone will be written a new name. മാത്രമല്ല ആ വെള്ളക്കല്ലിന്മേൽ ഒരു പേര് എഴുതിയിട്ടുണ്ട്. A new name that only Jesus will tell. കർത്താവിന് മാത്രം പറയാൻ കഴിയുന്നതായിട്ടുള്ള ഒരു പേരാണ് അത് എഴുതിയിരിക്കുന്നത്. So will we get a new name or will Jesus reveal a secret name, his secret name? കർത്താവ് ഒരു രഹസ്യമായ ഒരു പേര് അതിന്മേൽ എഴുതിയിരിക്കുന്നു. Yeah, so I believe that this is talking about Jesus will reveal a special secret name at the end of history. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് കർത്താവ് തൻ്റെ രഹസ്യമായ പേര് കാലസമ്പൂർണതയിൽ അത് വെളിപ്പെടുത്തും എന്നാണ്. Now in this life we call him Lord Jesus. ഈ കാലഘട്ടത്തിൽ നമ്മൾ കർത്താവിനെ യേശു എന്ന് വിളിക്കുന്നു. But one day when we get that white stone, we will see a special secret name that he's reserved just for us in the future. എന്നാൽ ഭാവിയിൽ കർത്താവ് നമുക്ക് വേണ്ടി പ്രത്യേകമായി സൂക്ഷിച്ചിരിക്കുന്ന അവന്റെ പ്രത്യേകമായ പേര് ആ കല്ലിന്മേൽ എഴുതി നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ്. And when we see that name, we will get to know him in a much more intimate way than we do now also. എന്നാൽ ആ കല്ല് പേരെഴുതിയിരിക്കുന്ന കല്ല് നമുക്ക് ലഭിക്കുമ്പോൾ നാം ഇന്ന് അറിയുന്നതിൽ ഉപരിയായി അവനുമായിട്ടുള്ള വളരെ ആഴമേറിയ ഒരു ബന്ധം നമുക്ക് അറിയുവാനായിട്ട് കഴിയും. So this is how gracious our Lord is. Even when we are compromising,
in the midst of the threat, he is still offering ways to come back, repent, and he's promising us reward if we obey. ഇങ്ങനെ നിങ്ങൾ ഈ കോംപ്രമൈസ് ചെയ്യുന്നതിനെ കുറിച്ച് കർത്താവ് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനിടയിൽ തന്നെ നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നു എങ്കിൽ കർത്താവ് പ്രതിഫലങ്ങളെയും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. So brothers and sisters, I want to ask a question as we close. How do you know if you are compromising with idolatry today? പ്രിയ സഹോദരങ്ങളെ, നാം ഇതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഈ കാലഘട്ടത്തിൽ നാം നീക്കുപോക്കുകൾ വരുത്തുന്നുണ്ടോ എന്ന് എങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്? Ask yourself this question. Are there things in your life today that you would not have tolerated 3 or 4 years ago, but now you are okay? നിങ്ങൾ അതറിയുവാനായിട്ട് ഈ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക. 4 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ചെയ്യാതിരുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് കുഴപ്പമില്ല എന്നുള്ളതായിരിക്കുന്ന ഒരു നിലപാടിലേക്ക് നിങ്ങൾ വന്നെത്തിയിട്ടുണ്ടോ? Do you allow things into your house that you would never have allowed a few years ago? ചില നാളുകൾക്ക് മുൻപ് വരെ നിങ്ങൾ ഒരു തരത്തിലും നിങ്ങളുടെ ഭവനങ്ങളിൽ സ്വീകരിക്കാതിരുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? If the answer is yes, it is quite likely that you have compromised. ഇതിനുള്ള ഉത്തരം യെസ് എന്നാണെങ്കിൽ, അത് ഉവ്വ് എന്നാണെങ്കിൽ, ഒരു പക്ഷേ നിങ്ങൾ ചില കാര്യങ്ങളിൽ നീക്കുപോക്കുകൾ വരുത്തുന്നവരായിരിക്കാം. Remember, compromise never comes quickly. നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, നീക്കുപോക്കുകൾ വളരെ പെട്ടെന്നുണ്ടാകുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല. It slowly gets worse and worse and worse till it destroys everything. അത് പതുക്കെ 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 ആണ് സംഭവിക്കുന്നത്. അത് അവസാനം പരിപൂർണമായി നമ്മെ നശിപ്പിക്കുകയും ചെയ്യും. So compromising thoughts will become compromising actions. Compromising thoughts become compromising actions. നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ഉണ്ടാകുന്ന നീക്കുപോക്കുകളാണ് പിന്നീട് പ്രവൃത്തി പദത്തിലേക്ക് ഉള്ള നീക്കുപോക്കുകളായിട്ട് വരുന്നത്. And compromising actions will eventually become compromising habits. അങ്ങനെ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തിയിൽ വരുത്തുന്നതായിട്ടുള്ള നീക്കുപോക്കുകൾ നമ്മുടെ സ്വഭാവത്തിൽ ഉള്ള നീക്കുപോക്കുകളായിട്ട് പിന്നീട് അത് മാറും. And compromising habits will become compromising character. അങ്ങനെ കോംപ്രമൈസിംഗ് ആയിട്ടുള്ള ശീലങ്ങളാണ് പിന്നീട് കാലാന്തരത്തിൽ നമ്മുടെ കോംപ്രമൈസിംഗ് സ്വഭാവമായിട്ട് തന്നെ മാറുന്നത്. And if you have a compromised character, that will become your compromised destiny. അങ്ങനെ നിങ്ങൾ നീക്കുപോക്കുകൾ വരുത്തുന്ന ഒരു സ്വഭാവത്തിന്റെ ഉടമയായി തീർന്നാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലും ആ നിലയിലുള്ളതായിരിക്കുന്ന കോംപ്രമൈസുകൾ ഉണ്ടാകും. So Jesus' message to his church, to us, is this: the church must remove those who compromise with idolatry. അതുകൊണ്ട് കർത്താവ് സഭകൾക്ക് നൽകുന്നതായിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് ഇങ്ങനെ കോംപ്രമൈസ് വരുത്തുന്നതായിട്ടുള്ള ആളുകളെ സഭയിൽ നിന്ന് നീക്കണം എന്നുള്ളതാണ്. So may God help us to be people who neither compromise nor tolerate compromise in our church. അതുകൊണ്ട് നമ്മൾ കോംപ്രമൈസ് നീക്കുപോക്കുകൾ വരുത്താത്തവരും അങ്ങനെ നീക്കുപോക്കുകൾ വരുത്തുന്നവരെ സഹിക്കാത്തവരും അതിനെ ടോളറേറ്റ് ചെയ്യാത്തവരും ആകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. Let's do this to the glory of God. ഇത് നമുക്ക് ദൈവനാമമഹത്വത്തിനായിട്ട് ചെയ്യുവാനിടയാകട്ടെ. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Heavenly Father, we thank you for your word, this very sobering word from Revelation, your warning to the church. We ask, Father, that you would forgive us for the areas in which we have compromised, some in big ways, some in small ways. Oh, Father, we thank you because you are still a gracious God. You are quick to forgive if we repent, and you are also very generous and gracious with your reward, providing us hidden manna and the white stone with your new name. So, Father, help us to be faithful like Antipas, even till the end. We ask this in Jesus' name. Amen. Amen.